നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും പുതിയ ടാറ്റ പഞ്ച് EVയുമായിട്ട് നമ്മുടെ സ്ഥിരം റോഡിലാണ്. ഇപ്പോൾ ടാറ്റ പഞ്ച് EVയുടെ ഫേസ് ലിഫ്റ്റിൻ്റെ മീഡിയ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ്, കൊച്ചിയിലാണ്. കൊച്ചിയിലെ മാരിയറ്റ് ഹോട്ടലിൽ ഇന്ത്യയിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഒന്ന് താമസിക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടി രാവിലെ 36 പഞ്ച് EVകളും കൊടുത്ത് അങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കൊച്ചിയിൽ 36 വാഹനങ്ങൾ ഇറക്കി വിട്ട് കഴിഞ്ഞുള്ള അവസ്ഥ. എന്ന് തന്നെയല്ല, ഇവരൊക്കെ എവിടെ പോയി ഷൂട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുന്ന കാര്യം. ഫോർട്ട് കൊച്ചി, മൂന്നാർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സജസ്റ്റഡ് റൂട്ടുകളൊക്കെ ടാറ്റ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മൂന്നാറിലേക്കൊന്നും പോയി വരിക എളുപ്പമല്ല. ഫോർട്ട് കൊച്ചി പോയി കഴിഞ്ഞാൽ വാഹനം നിർത്തിയിടാൻ പോലും സ്ഥലമില്ല. എന്നാലും 2-3 ഭാഗ്യവാന്മാർ എങ്ങനെയോ ഈ സ്ഥലം കണ്ടുപിടിച്ചോടെ എത്തിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആരും ചോദിച്ചില്ല എവിടെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തേനെ. എന്തായാലും നമ്മൾ നമ്മുടെ സ്ഥിരം സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. രാവിലെ 6 ആയപ്പോഴത്തേക്കും ഫ്ലാഗ് ഓഫും കഴിഞ്ഞ് നമ്മുടെ സ്ഥിരം സമയത്ത് നമ്മൾ സ്ഥിരം സ്ഥലത്ത് എത്തി നിൽക്കുകയാണ്. രണ്ട് ദിവസം മുമ്പ് ഈ വാഹനത്തിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു. അത് മുംബൈയിൽ വെച്ച് നടന്ന ലോഞ്ച് ഫംഗ്ഷൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൂർണ്ണമായിട്ടും ഈ വാഹനം കിട്ടിയിരിക്കുകയാണ്. ഒരു ദിവസം മുഴുവൻ നമുക്ക് ഓടിക്കാനായിട്ട് തന്നിരിക്കുകയുമാണ്. അപ്പോൾ എന്താണ് ടാറ്റ പഞ്ച് EV എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ സാധാരണക്കാരിലേക്ക് EV എത്തിച്ച ഒരു വാഹനമാണ് ഇത് എന്നാണ് പറയേണ്ടത്. ഇതിൻ്റെ വിൽപ്പന ആരംഭിച്ചു കഴിഞ്ഞ് വളരെ സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്താണ് ഈ വാഹനത്തിന് കിട്ടുന്നത്. ടാറ്റ പഞ്ചിൻ്റെ പെട്രോളും EVയും കൂടി പ്രതിമാസം 20,000-ഓളം യൂണിറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ഏതാണ്ട് 19% മന്ത് ടു മന്ത് വളർച്ച ഇതിൻ്റെ വിൽപ്പനയിലുണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെട്ട വാഹനമാണ് ജനങ്ങൾക്കെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എന്താണ് പുതിയ EVയിൽ സംഭവിച്ചിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, കുറേ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് മാത്രമല്ല, കുറേ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ കാര്യങ്ങളെന്ന് വെച്ചാൽ വാഹന ബാഹ്യമായ കാര്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന് ലൈഫ് ടൈം വാറൻറ്റിയാണ് ഇപ്പോൾ ബാറ്ററിക്ക് കൊടുക്കുന്നുള്ള കാര്യമാണ്. അത് പേഴ്സണൽ യൂസിനുള്ള EVയുടെ കാര്യമാണ്. ഇത് ടാക്സിയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടില്ല, പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം വാറൻറ്റി കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇതിന് ബാസ് എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയുടെ ഭാഗവും കൂടി ആയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ബാറ്ററി വേണമെങ്കിൽ റെൻ്റായിട്ട് എടുക്കാം. വാഹനം വാങ്ങിക്കുമ്പോൾ ബാറ്ററിയുടെ വില കൊടുക്കാതെ പിന്നീട് ഓടുന്ന കിലോമീറ്ററിന് പൈസ കൊടുത്തുള്ള ബാസ് എന്ന് പറയുന്ന പരിപാടി. അതെന്താണ് എന്നതിനെപ്പറ്റി നമ്മളിപ്പോൾ ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറുകൾ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലാഭകരമാണോ എന്ന് നോക്കി വേണമെങ്കിൽ ആ വാഹനത്തിൻ്റെ വില കുറച്ച് വാങ്ങിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യമുള്ളത്, ഇതിൽ പുതിയ ബാറ്ററി പാക്ക് വന്നു എന്നുള്ള കാര്യമാണ്. 30 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്ക്, 40 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്ക്, അങ്ങനെ 2 പുതിയ ബാറ്ററി പാക്കുകൾ വന്നു. നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 25-ൻ്റെയും 35-ൻ്റെയും കിലോവാട്ട് ബാറ്ററി പാക്കുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 40 കിലോവാട്ട് ബാറ്ററി പാക്കുള്ള ഒരു വേരിയൻ്റ് കൂടി വന്നു. ഇപ്പോഴും 30 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്ക് വേറെയുമുണ്ട്. അത് എൻട്രി ലെവൽ മോഡലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ച് കുത്തനെ ഉയർന്നിരിക്കുകയാണ്. അതായത് ARAI സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 468 കിലോമീറ്ററാണ് ഇപ്പോൾ ഇതിൻ്റെ റേഞ്ച്. പക്ഷേ റിയൽ ടൈം മൈലേജായിട്ട് അല്ലെങ്കിൽ റേഞ്ചായിട്ട് കമ്പനി പറയുന്നത് 355ആണ്. അപ്പോൾ അങ്ങനെ കമ്പനി 355 പറയണമെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടും. കാരണം 468 ഇതിൻ്റെ ഒരു സർട്ടിഫൈഡ് മൈലേജ് എങ്കിൽ പോലും 355 കിട്ടും എന്ന് കമ്പനി പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടും. എന്ന് പറയുമ്പോൾ ഈ ഒരു വിലയ്ക്ക് ഇത്രയും റേഞ്ചുള്ള മറ്റൊരു EV ഇല്ല എന്നാണ് പറയേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, ഇതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു SUVയുടെ രൂപമാണ്. അതുകൊണ്ട് തന്നെ SUVകൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ ധാരാളം മെക്കാനിക്കൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ബാറ്ററി പാക്കിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ ബാറ്ററിയോട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലായാലും എല്ലാം തന്നെ ഏറ്റവും ആധുനികമായ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും കാര്യമായ മാറ്റങ്ങളോടുകൂടി വന്നിരിക്കുന്ന ടാറ്റ പഞ്ച് EVയുടെ ഫേസ് ലിഫ്റ്റിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ EVകളെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ടൈമൊക്കെയാണല്ലോ. ആ കാര്യത്തിലും നമ്മൾ ഞെട്ടിച്ചിരിക്കുകയാണ്. അതായത് 65 കിലോവാട്ടിൻ്റെ ചാർജർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 26 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ 80% ചാർജ് ആക്കാൻ പറ്റുന്നുള്ള ഞെട്ടിക്കുന്ന കാര്യമുണ്ട്. കൂടാതെ നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു, കുറച്ച് ദൂരം കൂടി ഓടാനുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് 15 മിനിറ്റ് കൊണ്ട് 135 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് തരികയും ചെയ്യും ഇദ്ദേഹം. അങ്ങനെ ഒരു ഗംഭീര സംഭവമാണ് ഈ കിടക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് പറ്റുന്ന രീതിയിലുള്ള 195 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. കൂടാതെ ബാറ്ററി ഓടുന്ന വാഹനങ്ങളുടെ കാര്യം നമുക്ക് ഏറ്റവും വലിയ പേടി വെള്ളത്തിൽ കൂടെ ഓടിയാൽ എന്താകുന്നുള്ള കാര്യമാണ്. പേടിക്കേണ്ട, 450 മില്ലിമീറ്റർ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട്.
എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ഒരു ഗംഭീരമായ വാഹനം എന്ന് തന്നെയാണ് പറയേണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ടാറ്റയുടെയൊക്കെ വാഹനങ്ങൾക്ക് ആദ്യകാലത്ത് EVകളുടെ കാര്യത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പരിഹരിക്കപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ടിയാഗോ EV ഒക്കെ ഓടിക്കുന്നവർ വളരെ ഹാപ്പിയാണ് എന്ന് ഞാൻ എപ്പോഴും പലരും കാണുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ആധുനികമായ ടെക്നോളജി വരികയും എന്താണ് EV ടെക്നോളജി എന്ന് ടാറ്റ പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് മഹീന്ദ്രയും പഠിച്ചു കഴിഞ്ഞു. ആദ്യകാലത്ത് വാങ്ങിച്ച കുറേ ഹതഭാഗ്യന്മാർ അത് പരീക്ഷണ വസ്തുക്കളായി മാറിയെങ്കിലും ഇപ്പോൾ പുതുതായിട്ട് വാങ്ങിക്കുന്നവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല എന്നാണ് കേട്ടത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി വാഹനം അടുത്ത് കാണാം. ഞാൻ നമ്മുടെ വോക്കറൗണ്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബ്ലാക്ക് ഒരു സ്ട്രിപ്പ് ഉണ്ടായിരുന്ന എടുത്ത് കളഞ്ഞതോടുകൂടി ഇതിനൊരു നഗ്നനാക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞത്. പലരും അത് കമൻറ്റ് ചെയ്തിരുന്നു. എന്തായാലും ആ സ്ട്രിപ്പ് ഒരു ക്യാരക്ടർ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായിട്ടും എടുത്ത് കളഞ്ഞു. എനിക്കെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അത് ഞാൻ വോക്കറൗണ്ട് വീഡിയോ പറഞ്ഞിരുന്നു, ഈ ഒരു ആഷ് നിറമുള്ള ഈ ക്ലാഡിങ് അത് പൊതുവെ കാണുന്നതല്ല. പൊതുവെ എല്ലാ വാഹനങ്ങൾക്കും ബ്ലാക്ക് ക്ലാഡിങ് ആണല്ലോ. പക്ഷേ അത് കണ്ടു മടുത്തെങ്കിൽ ആഷ് നിറമുള്ള ക്ലാഡിങ് അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ LED ഹെഡ് ലാമ്പ്, അത് ടാറ്റയുടെ തനത് രീതിയിൽ അല്പം താഴ്ത്തിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫോഗ് ലാമ്പ്, അത് കോർണറിങ് എബിലിറ്റി ഉള്ളതാണ്. അതായത് രാത്രിയിലൊക്കെ നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ അല്പം അതും ഒപ്പം ഒന്ന് തിരിഞ്ഞ് നിങ്ങൾക്ക് കൂടുതൽ കാഴ്ച വ്യക്തമാക്കി തരും. ഇവിടെ ഒരു എയർ സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എയർ ഫ്ലോ വളരെ ഗംഭീരമായിരിക്കും. മറ്റൊരു കാര്യം നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഇവിടെ ഒരു കണക്റ്റഡ് LED സ്ട്രിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റിയിട്ട് ഈ നടുവിൽ കാണുന്ന ബ്ലാക്ക് ഫിനിഷുള്ള ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം മാത്രമാണ്. ഇവിടെ ഈ ഇൻഡിക്കേറ്റർ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേറ്റ റണ്ണിംഗ് ലാമ്പാണ്. അപ്പോൾ ഇതും ഒരു പരിധിവരെ നന്നായി. കാരണം വെച്ചാൽ എല്ലാ വാഹനങ്ങളുടെയും മുന്നിൽ ഈ നീണ്ട സ്ട്രിപ്പ് വന്നതിൻ്റെ ഒരു അഭംഗി ഒഴിവാക്കപ്പെട്ടു. എന്നാലും ഇവിടെയാണ് ചാർജിങ് സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. നിങ്ങളൊരു പോർച്ചിലേക്ക് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ താഴെയായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു വലിയ എയർ ഡാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെയായിട്ട് വീണ്ടും എയർ സ്കൂപ്പുകളൊക്കെ ഉണ്ട്. അതെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു എലമെൻറ്റും നല്ല രസമായിട്ടുണ്ട്. ഇതൊരു റെഡ് വാഹനമായതുകൊണ്ട് ആഷ് നന്നായിട്ട് ചേരുന്നുമുണ്ട്. ടാറ്റയുടെ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന സഫാരിയോ അല്ലെങ്കിൽ ഹാരിയറൊക്കെ പോലെ തന്നെ ഈ ഭാഗത്തൊക്കെ കട്ടുകളും ക്രീസുകളൊക്കെ കൊടുത്ത് അത് ഭംഗിയായിട്ടുണ്ട്. കുറച്ച് പ്ലെയിനാണ് ഈ ഒരു ബോണറ്റിൻ്റെ ഭാഗമൊക്കെ, എങ്കിലും അതിൻ്റെ സൈഡിലുമൊക്കെ കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് ബോൾഡാക്കി നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗമെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. എന്തായാലും 360 ഡിഗ്രി ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്യാമറയുടെ എലമെൻറ്റ്സും മറ്റുമാണ്. ഇനി വശക്കാഴ്ചയിലേക്ക് വരാം. വശക്കാഴ്ചയിൽ പൊതുവെ വാഹനത്തിൻ്റെ രൂപത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മുന്നിലും പിന്നിലും മാത്രമാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ടോപ്പ് എൻഡ് മോഡൽ ആയതുകൊണ്ട് 16 ഇഞ്ച് വീലാണ് നമ്മൾ കാണുന്നത്. താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇത് 15 ഇഞ്ചായിട്ട് മാറും. തന്നെയല്ല, ഇതിനിപ്പോൾ അലോയ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ താഴേക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റീൽ വീലാണ്. സ്റ്റീൽ വീലാണെങ്കിൽ പോലും ഡിസ്ക് ആണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു വോക്കറൗണ്ടിൽ കണ്ടതുപോലെ അതും കണ്ടാൽ അലോയ് വീലാണെന്ന് തോന്നുന്നു. അത്രയും ഭംഗിയായിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീൽ ട്രാവലുണ്ട്. കൂടാതെ ഈ ക്ലാഡിങ് അങ്ങനെ പിൻഭാഗത്തേക്ക് നീളുന്നുമുണ്ട്. ഇവിടെ ടാറ്റ.EVയുടെ ആ ഒരു ബാഡ്ജിങ് ആണ് കാണുന്നത്. പിന്നെ സൈഡ് വ്യൂ മിറേഴ്സിലൊക്കെ ക്യാമറ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്ലോട്ടിംഗ് റൂഫ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ഡുവൽ ടോൺ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. മുകളിലൊരു ഭംഗിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രാബ് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലൊക്കെ വാഹനത്തിൻ്റെ അതേ കളർ തന്നെ കൊടുത്തിരിക്കുന്നു. അതെല്ലാം ഭംഗിയായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് ചെയ്ത ഈ ഭാഗങ്ങളെല്ലാം കൂടി നല്ല ഭംഗിയുള്ളൊരു വാഹനമാണ്. അല്ലെങ്കിൽ തന്നെ ടാറ്റ പഞ്ച് നല്ല ഭംഗിയുള്ള വാഹനമാണ്. അടുത്ത കാലത്ത് ഇതിൻ്റെ പെട്രോളിൻ്റെ ഫേസ് ലിഫ്റ്റ് നമ്മൾ വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നടന്ന് വന്ന് പിന്നിലേക്ക് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് ഇവിടെ കാണാവുന്നത് ഇത് ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. മുൻഭാഗത്തെ ആ ഒരു LED സ്ട്രിപ്പ് ഉപേക്ഷിച്ചെങ്കിൽ ഇവിടെ അത് ഉപേക്ഷിച്ചിട്ടില്ല. അത് അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത ഭാഗത്ത് ഈ ഒരു ടെയിൽ ലാമ്പൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇവിടെയും ഈ ഒരു ക്ലാഡിങ്ങിൻ്റെ ഭംഗി, താഴെയായിട്ട് ഒരു സിൽവർ ഫിനിഷുള്ള സ്കിഡ് പ്ലേറ്റ് പോലൊരു ഭാഗവും. പിന്നെ എന്തായിരുന്നു, ഈ ലോഗോ ഒക്കെ, ഈ ഒരു വൈറ്റ് ലോഗോ ഇതിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. പഞ്ചിയുടെ ബാഡ്ജിങ്. അപ്പോൾ ഇനി ബൂട്ട് സ്പേസ് കാണാം. ബൂട്ട് സ്പേസിലൊന്നും മാറ്റമില്ല. എങ്കിലും ചന്ദ്രിക എന്ന് പറഞ്ഞ പോലെ 366 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. മോശമല്ല. തന്നെയല്ല, ഒരു നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം. ഇപ്പോഴത്തെ പുതിയ പതിവനുസരിച്ച് സ്പെയർ ടയർ ഉപേക്ഷിച്ചോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണമല്ലോ. പഞ്ചർ കിറ്റ് മാത്രമേ ഉള്ളൂ. അതായത് സ്പെയർ ടയർ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു പുതിയ രീതിയാണ്. അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ സ്പെയർ ടയർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായതാണ്. അതിപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് പല വാഹനങ്ങളിലും. അത് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിയമമാണ്. വേണമെങ്കിൽ ഉപേക്ഷിക്കുക എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട്. പഞ്ചർ കിറ്റിൻ്റെ ആവശ്യമുള്ളതാണ് ഗവൺമെൻറ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, അതുപോലെ തന്നെ ഒരു ഷാർഫിൻ ആൻറ്റിന, ഡീഫോഗർ, സിംഗിൾ വൈപ്പർ, അത്തരം കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രൂപത്തിൻ്റെ കാര്യത്തിൽ മുൻഭാഗത്തെ ആ ഒരു കറുത്ത സ്ട്രിപ്പ് പോയി എന്നുള്ള ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതേ രൂപത്തിൽ തന്നെ തുടരുകയാണ്. ഭംഗിയുള്ള രൂപം നിലനിർത്തിയിരിക്കുന്നു. ഈ ക്ലാഡിങ് വളരെ വലുതാട്ടോ സൈഡിൽ, അത് പറയാൻ പറ്റി. വളരെ വലുപ്പത്തിലാണ് ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കാണാൻ ഭംഗി, മുൻഭാഗത്തിൻ്റെ ഭംഗി കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് പോയപ്പോൾ അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ കാഴ്ചയുടെ കാര്യത്തിൽ ഞാൻ അന്നും പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഈ ബ്ലാക്ക് സ്ട്രിപ്പ് പോലെ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയറിലും പാടെ മാറ്റങ്ങളാണ്. എന്തൊക്കെയാണ് ഇൻറ്റീരിയറിലെ മാറ്റങ്ങൾ നോക്കാം. വരൂ.
5 ബേസിക് ആയിട്ടുള്ള ലേഔട്ട് നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇന്റീരിയർ കാണാൻ. തന്നെയല്ല ആ നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഓരോ ഇഞ്ചിലും എന്നാണ് പറയേണ്ടത്. ഇവിടെ ഒരു ആഷ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെയൊക്കെ ടെക്സ്ചേഴ്സൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു വൈറ്റ് ഫിനിഷ് EVകൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹ്യുണ്ടായി അയോണിക് 5 ഗോവയിലെ ഒരു ഹോട്ടലിൽ വെച്ച് നമ്മളത് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഈ വൈറ്റ് നിറം, എന്താ സ്മാർട്ട് ഓഫീസുകളുടെ നിറം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അത് നല്ല ഭംഗിയുണ്ട്. അത് കുറച്ച് ടെക്സ്റ്റേഡാണ്. ഇവിടെ ഗ്ലൗ ബോക്സ് കൊടുത്തിരിക്കുന്നു. ഗ്ലൗ ബോക്സിൻ്റെ ഒക്കെ ഒരു നിലവാരം തീർച്ചയായിട്ടും മോശമല്ല. അത് കാണുമ്പോൾ നമുക്ക് നിർമ്മാണ നിലവാരം മനസ്സിലാകും. അപ്പോൾ ഇവിടുത്തെ ഇതാണ് പ്രധാനപ്പെട്ട ഐറ്റം. ഇതിൻ്റെ അകത്ത് 12.25 ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീൻ. ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. അതാ ഞാൻ അന്നും കാണിച്ചിരുന്നു. ഇതൊക്കെ ആമസോൺ അലക്സ, ആമസോൺ പ്രൈം, ആർക്കേഡ് എന്ന് പറയുന്ന ഇവരുടെ EVയുടെ പല അഡ്ജസ്റ്റ്മെൻറ്റുകൾ, കാര്യങ്ങൾ, റേസിങ്, ക്ലൈമറ്റ്, EV, ജിയോ ഹോട്ട്സ്റ്റാർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ മീഡിയ, ഫോണ്, സെറ്റിങ്സ്, സൗണ്ട് ഡെമോ, സറൗണ്ട് വ്യൂ. സറൗണ്ട് വ്യൂ എന്ന് പറയുന്നത് നല്ല ഭേദപ്പെട്ട ഒരു 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. അതിന് പല തരത്തിലുള്ള വ്യൂകളും കൊടുത്തിട്ടുണ്ട്. ഹാമൻ ഗാർഡൻ്റെ നല്ലൊരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ അകത്തുണ്ട്. കൂടാതെ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ലൊക്കേഷനും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഫുൾ ഫ്ലെക്സ്ഡ് ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അത്തരം കാര്യങ്ങളെല്ലാം വയർലെസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല ഇൻ്റർഫേസുമാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഇൻ്റർഫേസാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. AC അഡ്ജസ്റ്റ്മെൻറ്റ് ഉൾപ്പെടെ എല്ലാം അത് ചെയ്യാമെങ്കിൽ പോലും ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വേറെയും കൊടുത്തിട്ടുണ്ട്. അതിലും ഈ 360 ഡിഗ്രി ക്യാമറയുടെ കാര്യങ്ങൾ, പിന്നെ ഇവിടെ ലോക്ക്, ഇവിടെ മുന്നിൽ ചാർജിങ്ങിൻ്റെ ആ സ്ലോട്ട് തുറക്കാനുള്ള സ്വിച്ച്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതിൻ്റെയൊക്കെ നിലവാരമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതിന് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്ന കൂടാതെ തന്നെ 65 വാട്ടിൻ്റെയും അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെയും ഒക്കെ ചാർജേഴ്സ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള മറ്റൊരു കാര്യം, ഇതിൻ്റെ ഡ്രൈവ് സെലക്ടറാണ്. അതിൻ്റെ ഒരു രീതികളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് മോഡുകളാണ്. ഇത് സ്പോർട്ട് മോഡ് എന്ന് പറയുന്ന മോഡ്, ഇത് എക്കോണമി മോഡ്, പിന്നെ സിറ്റി മോഡ്, അങ്ങനെ 3 മോഡുകളുണ്ട്. അതാണ് ആ കാണുന്നത്. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ്, ഇത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, കൂടാതെ ഓട്ടോ ഹോൾഡും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറ്റത്തിലൊക്കെ കയറ്റി നിർത്തി പുറകോട്ട് ഇറങ്ങി പോകാത്ത സംഭവം അതും കൊടുത്തിട്ടുണ്ട്. അത് ഭംഗിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ഈ പറഞ്ഞ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കീയൊക്കെ ഇവിടെ വയ്ക്കാവുന്ന അത്തരം ചെറിയ ചെറിയ സ്ലോട്ടുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ലൊരു ആംറസ്റ്റ്, അതിൽ ചെറിയ ഒരു എന്താണ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം സീറ്റിൻ്റെ ആ ഒരു കംഫർട്ടാണ്. ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഫാബ്രിക് കൊടുത്തിരിക്കുന്നത്, ഇത് ലെതർ സീറ്റാണ്. അതുപോലെ മുന്നിലെ ഈ 2 സീറ്റുകളും വെൻറ്റിലേറ്ററാണ്. അതിൻ്റെ സ്വിച്ചാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ പോലും വെൻറ്റിലേറ്റർ സീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാനുവലി പല അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ട്. ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സാധിക്കും. അപ്പോൾ വെൻറ്റിലേറ്റർ സീറ്റ് എന്ന് പറയുന്നതും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. സ്പേസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ടാറ്റ പഞ്ചിൻ്റെ സ്പേസ് അറിയാമല്ലോ. ഇതിന് പ്ലാറ്റ്ഫോമിലൊന്നും മാറ്റമില്ലാത്തതുകൊണ്ട് തന്നെ ആ സ്പേസൊക്കെ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. പനോരമിക് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീല്, ഫ്ലാറ്റ് ബോട്ടമാണ്. അതിലും ചെറിയ എലമെൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വൈറ്റും ഈ ഒരു ആഷ് നിറമൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ വോളിയം അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഇവിടെ ക്രൂയിസ് കൺട്രോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, കൂടാതെ ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെയാണ്. 3 മോഡുണ്ട് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന്. അതാണ് ആ കൊടുത്തിരിക്കുന്നത്. അതിലിപ്പം നിങ്ങളതിൻ്റെ പ്ലസിലേക്ക് പോകുന്നതോറും നിങ്ങൾക്ക് കൂടുതൽ റേഞ്ച് കിട്ടും. റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൂടുതൽ എഫിഷ്യൻ്റ് ആവുകയും ചെയ്യും. ഇവിടെയുണ്ട് 10.25 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീന്. അതിൽ വെഹിക്കിൾ ഇൻഫോ ഉള്ള കാര്യങ്ങൾ. അതിലിപ്പോൾ 337 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത് 94%. അപ്പോൾ കമ്പനി പറയുന്ന 355 കിട്ടുമെന്നുള്ള കാര്യം ഏതായാലും ഉറപ്പാണ്. അതാണ് കാണുന്നത്. കാരണം നമ്മളിപ്പോൾ രാവിലെ പല ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിർത്തുക, എടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടും അത്രയും റേഞ്ച് നിലനിൽക്കുന്നുണ്ട്. ഈ സ്ക്രീനിൻ്റെയൊക്കെ ആ ഒരു കളേഴ്സും അതും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് അതും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് മുൻഭാഗത്ത് ഇരുന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ. എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല നിലവാരം തോന്നുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡോർ പാഡിൽ 2 ബോട്ടിലൊക്കെ സുഖമായിട്ട് വയ്ക്കാം. കൂടെ വയ്ക്കാനുള്ള ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആംബ്രസ്റ്റ് നല്ല വൈറ്റ് നിറത്തിൽ ആംബ്രസ്റ്റ്, അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഡോർ പാഡുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ലെഗ് സ്പേസ് അതുപോലെ തന്നെ ഹെഡ് സ്പേസ് അത്തരം കാര്യങ്ങളൊന്നും ഒരു കുറവുമില്ല. ഹെഡ് സ്പേസ് കുറയില്ല, കാരണം ഒരു SUV ഒരു വാഹനത്തിൻ്റെ രീതികളായതുകൊണ്ട് അതിൽ കുറവൊന്നും വരികയുമില്ല. അപ്പോൾ ഇത്രയാണ് മുൻഭാഗത്തിരുന്ന് പറയാവുന്നത്. എന്തായാലും നമുക്കൊരു വളരെ പ്രീമിയം ഒരു EVയുടെ ഉൾഭാഗത്ത് കയറുന്ന ഫീല് സമ്മാനിക്കാൻ താരതമ്യേന വില കുറഞ്ഞ ഈ ഒരു വാഹനത്തിന് സാധിക്കുന്നുണ്ടെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇനി പിൻഭാഗത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഈ സീറ്റ് ഏറ്റവും പിന്നിലേക്കും മുന്നിലേക്കും ഈ സീറ്റ് ഏറ്റവും പിന്നിലേക്കും ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് ബാക്കിലെ സ്പേസ് എന്ന്. അപ്പോൾ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സീറ്റ് ഏറ്റവും മുന്നിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവിടെ ഏറ്റവും പിന്നിലേക്ക് ഇടുമ്പോൾ ഇത്രയും സ്പേസേ ഉള്ളൂ. പക്ഷേ നമുക്ക്
നമ്മുടെ NSSൻ്റെ ഒക്കെ പോലെ ഒരു സമദൂര സിദ്ധാന്തം സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചൊന്ന് കയറ്റിയിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലിരിക്കുക. പിന്നെ ഉള്ളത് ആംബ്രസ്റ്റ്, വളരെ വിശാലമായ ആംബ്രസ്റ്റ്. അതിൽ 2 ഹോള് കൊടുത്തിട്ടുണ്ടെങ്കിൽ കപ്പ് ഹോൾഡർ ആയാലും അത് കൊടുത്തിട്ടില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ നല്ല ഗംഭീരമായ തായ് സപ്പോർട്ടാണ്, അതായത് ഒരു കുറ്റം പറയാനില്ല. ഈ ഭാഗം അങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണാം, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം തായ് സപ്പോർട്ടുണ്ടെന്ന്. ശ്യാമേ, ഇനി ഇവിടുത്തെ ഈ ഒരു ചാർജറൊക്കെ എടുക്കാൻ നമുക്കിത് മുന്നോട്ട് നീക്കിയേ പറ്റൂ അല്ലേ? അപ്പോൾ ഇതാണ് ചാർജിങ്ങിന്. ഇവിടെ ഒരു 15 വാട്ടിൻ്റെ ഒരു ചാർജർ കൊടുത്തിരിക്കുന്നു. ഇവിടെ മൊബൈൽ ഫോൺ വയ്ക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സീറ്റ് ഒരല്പം മുന്നിലേക്ക് നീക്കിയിട്ടു. അത് സാധാരണഗതിയിലൊരു മുൻഭാഗത്തിരിക്കുന്ന ആളിരിക്കുന്ന ഒരു സ്പേസ് ആണ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇത്രയും സ്പേസാണ് കിട്ടുന്നത്. മോശമല്ലാത്ത സ്പേസ് അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഹെഡ് സ്പേസ് ഇവിടെ വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് റൂഫ് എടുത്തിരിക്കുന്നുണ്ട്, നല്ല ഹെഡ് സ്പേസ്, അത് മോശമല്ല. എന്തായാലും ഒരു SUVയുടേതായ ഒരു സീറ്റിംഗ് പൊസിഷൻ തീർച്ചയായിട്ടും ഇതിൽ കിട്ടുന്നുണ്ട്. കൂടാതെ ഡോർ പാഡിൽ ഇവിടെയുമുണ്ട് സാമാന്യം വലിയൊരു ബോട്ടിൽ വെക്കാനുള്ളൊരു സ്ഥലം കൊടുത്തിരിക്കുന്നു. പിന്നെ വളരെ ഫ്ലാറ്റാണ് ഫ്ലോർ എന്നുള്ളതുകൊണ്ട് തന്നെ 3 പേർക്ക് സുഖമായിരിക്കാം. പക്ഷേ നടുക്കിരിക്കുന്നതൊക്കെ എന്തുകൊണ്ടോ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല. ഹെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മസ്റ്റാണ്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ ഇടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തല ഇത് തട്ടി നിൽക്കണം, ഇല്ലേ കഴുത്തൊടിഞ്ഞ് മരിച്ചു പോകും. എന്താണ് നടുക്കിരിക്കുന്ന ആൾ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചെന്ന് അറിഞ്ഞൂടെ. എന്തായാലും അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് കഷ്ടമായി പോയി എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്കിനി ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഏറ്റവും പുതിയ ബാറ്ററി പാക്ക് വന്നപ്പോൾ 9 സെക്കൻഡ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കുക എന്നുള്ളതാണ്. എനിക്ക് അതാണ് ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്രയും ഈ ടാറ്റ പഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ വില അല്പം കുറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ വാങ്ങിക്കും. ഇവരൊക്കെ 9 സെക്കൻഡ് കൊണ്ട് സ്പീഡൊക്കെ എടുത്ത് ഉള്ള അവസ്ഥ എന്തെന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് എപ്പോഴും നമ്മളിത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഓടിക്കാൻ ശ്രമിക്കുക, EVകൾ പ്രത്യേകിച്ചും. ടാറ്റ പഞ്ച് EVയുടെ ഇന്ത്യയിലെ വാഹന ചരിത്രത്തിലെ സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ 2 SUV EVകളെ ഉള്ളൂ എന്നുള്ളതാണ്. ഒന്ന് സിട്രൻ്റെ E-C3യും മറ്റൊന്ന് ഇതും. സിട്രൺ E-C3 അത്രയൊന്നും പോപ്പുലർ ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വാഹനമായിട്ട് കോമ്പറ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ സഹോദരി എന്ന് വിളിക്കാവുന്ന, ഹാച്ച് ബാക്ക് ആയതുകൊണ്ടാണ് സഹോദരി എന്ന് വിളിക്കുന്നത്, സഹോദരി എന്ന് വിളിക്കാവുന്ന ടിയാഗോ EVയുമായിട്ടാണ്. മറ്റ് യാതൊരു എതിരാളികളും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട എതിരാളി മാരുതിയുടെ ഭാഗത്തുനിന്ന് വരും എന്ന് കേട്ടെങ്കിലും വന്നത് പക്ഷേ വില കൂടിയ ഈ വിറ്റാരയാണ്. അതുകൊണ്ട് ഇനി കുറേ കാലം കൂടി ടാറ്റ പഞ്ച് EVയുടെ ഈ ഒരു പ്രാധാന്യം നീണ്ടു നിൽക്കുമെന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ വാഹനത്തിൻ്റെ റേഞ്ച് ARAI സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത് 465 കിലോമീറ്ററാണ്. പക്ഷേ ഇതിൻ്റെ എൻട്രി ലെവൽ മോഡൽ 30 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള ആ മോഡലിൽ 365 ഉണ്ട് റിയൽ ടൈം മൈലേജായിട്ട് റേഞ്ചായിട്ട് കമ്പനി പറഞ്ഞു. എന്ന് പറയുമ്പോൾ 10 കിലോമീറ്റർ കൂടുതൽ കിട്ടിയേക്കാം ഈ 30 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള ആ ഒരു വേരിയൻറ്റിന്. ഈ വാഹനം ഓടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ സസ്പെൻഷനാണ്. ഗംഭീരമായ സസ്പെൻഷൻ. നമ്മൾ വളരെ മോശം വഴി കൂടെ ഓടിച്ചു വന്നപ്പോഴും ഉള്ളിലിരിക്കുന്നവർക്ക് യാതൊന്നും അറിയാത്ത രീതിയിലുള്ള ഒരു റൈഡ് കംഫർട്ട് കിട്ടിയെന്നുള്ളതാണ്. അത് ഈ ബാറ്ററി പാക്ക് താഴെ വിരിച്ചിരിക്കുന്നതിനുള്ള ഗുണമാണ്. കൂടാതെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ അത്തരം എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ടാറ്റ പഞ്ചിനെ പറ്റി അധികം ഞാൻ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ പെട്രോൾ അല്ലെങ്കിൽ EV ഒക്കെ ഓടിക്കുന്നവരായിരിക്കാം. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഗംഭീരമാണ്. സ്പേസ് മോശമല്ല, നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്, അത്തരം പല കാര്യങ്ങളും ഉണ്ട്. ഇനി ഡ്രൈവബിലിറ്റി നോക്കുകയാണെങ്കിൽ അത്ര എന്താ പറയുക വളരെ മന്ദഗതിയിലുള്ള ഒരു പെർഫോമൻസ് രീതിയൊന്നും അല്ല കേട്ടോ. വളരെ ക്വിക്കാണ്, ഷാർപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് 9 സെക്കൻഡ്സ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത എടുക്കുന്നത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റ പഞ്ച് 5 സ്റ്റാർ റേറ്റിംഗ് നേടിയ വാഹനമാണ്. ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലൊന്നും മാറ്റമില്ലാത്തതുകൊണ്ട് ഈ വാഹനത്തിനും തീർച്ചയായിട്ടും ഈ പുതിയ വേരിയൻറ്റിനും അല്ലെങ്കിൽ പുതിയ ഈ ഒരു ഫേസ് ലിഫ്റ്റിനും തീർച്ചയായിട്ടും ക്രാഷ് ടെസ്റ്റിലൊക്കെ 5 സ്റ്റാർ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 6 എയർ ബാഗ്, പിന്നെ ABS, EBD, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, 360 ഡിഗ്രി ക്യാമറ, പിന്നെ ചൈൽഡ് സീറ്റുകൾക്കുള്ള മൗണ്ടുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ടാറ്റ അല്ലെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും മോശമാക്കാറില്ല. അതെല്ലാം ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 40 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള ഈ മോഡലിലെ മോട്ടർ 129 BSP ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വിക്ക് ആക്സിലറേഷൻ കിട്ടുന്നത്.
പിന്നെ പറയാനുള്ളത് പ്രധാനമായിട്ടും ചാർജിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. 80% ചാർജാകാൻ 26 മിനിറ്റ്സ് മതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് മോശമല്ല. 195 മില്ലിമീറ്റർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട്, അത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൂടി ഉണ്ട് എന്നുള്ള കാര്യമാണ്. പിന്നെ ഹൈ ബീം അസിസ്റ്റ്, അത് ഞാൻ കഴിഞ്ഞ തവണ നമ്മുടെ ഈ വോക്കൗണ്ടിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ ഹൈ ബീമിൽ, അത് നമ്മൾ എന്താ പറയണ്ടേ, രാത്രിയിലൊക്കെ ഓടിച്ചു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഡിം അടിക്കാൻ മറക്കുന്നുണ്ട്, പലരും മനഃപൂർവ്വം മറക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്കൊരു അലേർട്ട് കിട്ടും, നമ്മൾ ഹൈ ബീമിലാണ് പോകുന്നത്, നിങ്ങൾ അത് ലോ ബീം ആക്കണം എന്നൊരു അലേർട്ട് കിട്ടും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം അതും ഉണ്ട്. പിന്നെ മെക്കാനിക്കലി കുറേ മാറ്റങ്ങൾ പറഞ്ഞല്ലോ. അതായത് ഒരു 6 കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് 6-in-1 വിത്ത് ഇ-ഡ്രോ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവരന്ന് പറഞ്ഞു തന്നത്. അതായത് മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ എല്ലാത്തിനൊന്ന് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 28% വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6% എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറയുന്നു. പിന്നെ 30% റിഡക്ഷൻ ഇൻ ഇലക്ട്രിക്കൽ കണക്ഷൻസ് എന്ന് പറയുന്നു. സെമി കണ്ടക്ടേഴ്സിൽ 40% റിഡക്ഷൻ സംഭവിച്ചു. ഹൈ വോൾട്ടേജ് ഹാർനസിൽ 30% കുറവ് സംഭവിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ വാഹനത്തിൻ്റെ വെയിറ്റ് അല്പം കുറഞ്ഞു. പക്ഷേ മൈലേജ് കൂടി. കാരണം ചിലപ്പോഴും മൈലേജ് കൂടുമല്ലോ, ഈ ഒരു അല്ല റേഞ്ച് കൂടുമല്ലോ വെയിറ്റ് കുറയുമ്പോൾ. പിന്നെ സിറ്റി ഇക്കോ സ്പോർട്ട് എന്ന് പറയുന്ന 3 മോഡുകളുണ്ട്. വളരെ ക്വിക്കായിട്ടുള്ള ആക്സിലറേഷൻ വേണം നിങ്ങൾക്ക് സ്പോർട്ട് എന്ന് പറയുന്ന മോഡിൽ പോയാൽ മതി. പക്ഷേ അപ്പോൾ റേഞ്ച് കുറയും. പിന്നെ റീസ്റ്റാർട്ട് ഗ്രേഡബിലിറ്റി, അത് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കയറ്റത്ത് നിർത്തി നമ്മൾ എടുക്കുമ്പോൾ EV-കളുടെ കാര്യത്തിൽ ചെറിയൊരു പരുങ്ങൽ വരുമെങ്കിൽ ഇതതില്ല. 32% ഗ്രേഡബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട കാര്യം തന്നെ. അപ്പോൾ അങ്ങനെ 1360 കിലോഗ്രാമാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഭാരം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാഹനത്തിനേക്കാൾ കുറവാണ്. അതൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വില കൂടേണ്ടതാണെങ്കിലും വില കൂടിയിട്ടില്ല, കുറയുകയാണ് ചെയ്തെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും രസകരമായ കാര്യം, ഇതിൻ്റെ ഈ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ ലോഞ്ചിന് പോയപ്പോൾ. അതിൽ ഇവർ ഒരു പ്രധാനപ്പെട്ട കാര്യം കാണിച്ചു. അതായത് മാരുതിയുടെ വിറ്റാര വന്നപ്പോൾ അതിൽ അവരുടെ ഒരു ടാഗ്ലൈൻ തന്നെ ഇന്ത്യ ഗോസ് ഇലക്ട്രിക് എന്നാണ്. അതായത് മാരുതി ഇലക്ട്രിക് ആയാൽ ഇന്ത്യ ഇലക്ട്രിക് ആകുമെന്ന് ഞാനുമൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാചകം അവരവിടെ കൊടുത്തപ്പോൾ അത് വെട്ടിയിട്ട് സ്ക്രീനിൽ കാണിക്കുകയാണ് ഇന്ത്യ ഈസ് ഓൾറെഡി ഇലക്ട്രിക് എന്ന്. കാരണം ടാറ്റ ഈ രംഗത്ത് ഒത്തിരി കാലമായല്ലോ, മാരുതി അല്ലെങ്കിൽ സുസുക്കി ഇപ്പോഴാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തിരിച്ചടി മാരുതിയാണ് പറഞ്ഞതെന്ന് സൂചിപ്പിക്കുക, അത് വെട്ടിയിട്ട് ഇന്ത്യ ഈസ് ഓൾറെഡി ഇലക്ട്രിക് എന്ന് ഒരു സംഭവം കൂടി പറഞ്ഞു. അപ്പോൾ അതിലേക്കുള്ള മാറ്റം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഈസ് ഇലക്ട്രിക്, ഓൾറെഡി ഇറ്റ്സ് ഇലക്ട്രിക്. അപ്പോൾ ഇവരുടെ കാര്യത്തിലാണെങ്കിൽ ഈ ഫസ്റ്റ് ടൈം ബയേഴ്സ് ആണ് പഞ്ച് EV എടുക്കുന്നതിൽ 48% എന്നാണ് കമ്പനി കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം ബയേഴ്സ് പോലും EV-യിലേക്ക് മാറുന്നു എന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും പുതിയ ടാറ്റ പഞ്ച് EV-യുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന കാര്യം. ഇനി നിങ്ങളൊക്കെ വാങ്ങിച്ച് ഓടിച്ചിട്ട് ലോങ് ടൈമിലെ റിലബിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക. ഓക്കെ. അപ്പോൾ ഏറ്റവും പുതിയ ബാറ്ററി പാക്ക് വന്നു, കൂടുതൽ റേഞ്ച് വന്നു, കൂടുതൽ സൗകര്യങ്ങൾ വന്നു. അപ്പോൾ എന്താണ് അവസാനം സംഭവിക്കാൻ പോകുന്നത്? വില കൂടുക എന്നുള്ളതാണല്ലോ. പക്ഷേ ടാറ്റ ഞെട്ടിച്ച് കളഞ്ഞത് പുതിയ വില വന്നപ്പോഴാണ്. അതായത് വില കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഏറ്റവും എൻട്രി ലെവൽ മോഡലിൻ്റെ പഴയ ടാറ്റ പഞ്ച് EV-യായിട്ട് കമ്പയർ ചെയ്ത് 30,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് വില നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 9.69 lakhs ആണ് ഇതിൻ്റെ എൻട്രി ലെവൽ മോഡലിൻ്റെ വില. എന്ന് പറഞ്ഞാൽ പഴയ മോഡലിനേക്കാളും 30,000 രൂപ കുറവ്. നിങ്ങൾ ബാസ് എന്ന് പറയുന്ന ആ ഒരു പദ്ധതി പ്രകാരം എടുക്കുകയാണെങ്കിൽ 6.49 lakhs നിങ്ങൾക്ക് ഈ ബേസ് വേരിയൻറ്റ് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ബാറ്ററി നിങ്ങൾ റെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഓടുന്ന കിലോമീറ്റർ ബേസ് കൊടുക്കുക, അതാണ് പിന്നെ വേണ്ടി വരുന്നത്. അപ്പം വേണമെങ്കിൽ 6.49 lakhs നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ് എടുക്കാം. മുകളിലേക്കുള്ള വേരിയൻറ്റുകളുടെ ബാസ് വില ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പഴയ ടാറ്റ പഞ്ച് EV-യുടെ വില നോക്കുകയാണെങ്കിൽ അതിൻ്റെ വില ആരംഭിച്ചിരുന്നത് 10.99 ലക്ഷത്തിലായിരുന്നു. അതാണ് ഇപ്പോൾ കുറഞ്ഞിട്ട് 9.69 lakhs പോയത്. അതുപോലെ ടോപ്പ് എൻഡ് മോഡലിന് നേരത്തെ 14.99 ലക്ഷം രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 12.69 lakhs ഉള്ളൂ. അതിലും കാര്യമായ രീതിയിൽ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ടാറ്റ EV-കൾ വ്യാപകമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അല്പം വില കുറച്ച് കൂടുതൽ റേഞ്ചും വലിയ ബാറ്ററി പാക്കുമുള്ള മോഡലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കൂടാതെ ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഓടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എത്രത്തോളം മെക്കാനിക്കലി എത്രത്തോളം മാറ്റം വന്നെന്നുള്ളത്. നിങ്ങൾ ഓടിച്ച് നോക്കുക, ഗംഭീരമായ ഓടിക്കാൻ ഭയങ്കര രസമുള്ളൊരു വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. കൂടാതെ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ടാറ്റ കേരളത്തിൽ വെച്ച് മീഡിയ ഡ്രൈവ് നടത്തിയതിന് നമുക്ക് ഒരു നന്ദിയുണ്ട്. കാരണം കേരളം എല്ലാവരും കാണട്ടെ. ഇവിടെ വരുന്നവർക്ക് വലിയ സന്തോഷം കേട്ടോ. ഇവിടെ വരുന്നവരൊക്കെ ആദ്യം ചോദിക്കുന്നത്, അവിടെ ആരും ബീഫ് കഴിക്കാതെ വരുന്നതാണല്ലോ, അവിടെ അമ്മയെ കഴിക്കുന്ന പോലെയാണല്ലോ. ഇവിടെ പക്ഷേ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ കക്ഷികളൊക്കെ ഇവിടെ വന്ന് ബീഫ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമല്ലെന്ന് മനസ്സിലായില്ലേ. അവിടെ വെച്ച് കഴിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെ വന്ന് ആദ്യം ചോദിക്കുന്ന പാരകളിലെ ബീഫിനെ പറ്റിയിരിക്കണം. അപ്പോൾ എല്ലാവരും ബീഫ് കഴിക്കാൻ വേണ്ടി നമ്മൾ പല സ്ഥലത്തേക്ക്
വിട്ടിട്ടുമുണ്ട്. എല്ലാവരും പലാരം, പാരഗൺ തുടങ്ങിയ ഹോട്ടലുകളിലൊക്കെയാണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ബീഫ് കഴിക്കട്ടെ. അങ്ങനെ സമത്വം ഇന്ത്യയിൽ പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.